പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് അവരല്ല. പഹൽഗാം ഭീകരാക്രമണത്തിൽ നമ്മൾ കണ്ട ഭീകരവാദികളല്ല ആ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ലഭിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടാളികൾ, അതായത് ഈ ആക്രമണം നടത്തിയവരുടെ രണ്ട് കൂട്ടാളികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് പറഞ്ഞത് ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നടന്ന വെളിപ്പെടുത്തലാണിത്. സുരക്ഷാ സേന ഭീകരർക്കായി തിരയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തിയ ഭീകരരുടേതല്ല രേഖാചിത്രം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഈ രേഖാചിത്രത്തിലുള്ളത് അവരല്ല, അവരുടെ മുഖം ഇങ്ങനെയല്ല എന്നാണ് കൃത്യമായി ഇവർ പറഞ്ഞിരിക്കുന്നത്. ആക്രമണം നടത്തിയ ഭീകരൻ പാകിസ്ഥാൻ നിവാസികളാണെന്നും നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ ത്വയ്ബയുമായി ബന്ധമുണ്ടെന്നും വ്യക്തമാക്കുന്ന പ്രധാന തെളിവ് ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് ഭീകരവാദികളുടെ കൂട്ടാളികളെ, ഈ രണ്ടുപേരെ പിടിച്ചപ്പോഴാണ് നിങ്ങളുടെ രേഖാചിത്രത്തിലുള്ളത് അവരല്ല എന്ന്, ഈ രേഖാചിത്രത്തിലുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവരെ നിങ്ങൾക്ക് കിട്ടില്ല, കാരണം ഇവരെല്ലാം നടത്തിയിരിക്കുന്നത് ഈ ഭീകരവാദികളുടെ കൂട്ടാളികൾ പറയുന്നത്. എന്തായാലും NIA ഈ കാര്യവും തങ്ങളുടെ ഗുരുതരമായി തങ്ങളുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇനി ഈ കൂട്ടാളികൾ കള്ളം പറയുന്നതാണോ എന്നുള്ളത് എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതും അന്വേഷണ പരിധിയിൽ വച്ചിട്ടുണ്ട്. ഭീകരരെ സഹായിച്ച രണ്ട് കശ്മീരി പൗരന്മാരായിട്ടുള്ള പർവേസ് അഹമ്മദ് ജൗത്തർ, ബഷീർ അഹമ്മദ് ജൗത്തർ എന്നിവരാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഭീകരർക്ക് താമസം, ഭക്ഷണം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ നൽകിയതായി ഈ രണ്ടുപേരും സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏപ്രിൽ 20 രാത്രി 3 ഭീകരർ തങ്ങളുടെ വീട്ടിലെത്തിയതായി പ്രതികൾ രണ്ടുപേരും NIAയോട് പറഞ്ഞു. അവിടെ അവർ ഭക്ഷണം, പണം ആരെയും അറിയിക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇത് രണ്ടും കൈക്കലാക്കി. ഈ ആക്രമണത്തിന് ശേഷം ജമ്മു കശ്മീർ പോലീസ് പുറത്തുവിട്ട 3 ഭീകരെന്ന് സംശയിക്കുന്നവരുടെ, അതായത് ഹാഷിം മൂസ, അലിബായ് എന്ന തൽഹ, ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ രേഖാചിത്രങ്ങൾ വ്യാജമാണ് എന്നാണ് ഇവർ പറയുന്നത്. വാസ്തവത്തിൽ പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾ ഒരാളുടെ പേര് സുലൈമാൻ ഷാ എന്നാണ്. കഴിഞ്ഞ വർഷം ഒരു തുരങ്കത്തിൽ ഭീകരാക്രമണം നടത്തിയ ആളാണ് ഈ സുലൈമാൻ ഷാ. ഈ ആക്രമണത്തിൽ 7 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. സുലൈമാന്റെ കൂട്ടാളികളായിട്ടുള്ള ജുനൈദ് റംസാൻ ഭട്ട് ഡിസംബർ 4 കൊല്ലപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ആക്രമികളെ ഇയാളുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ ചിത്രങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ഇപ്പോൾ പറയുന്നു. എന്തായാലും ആക്രമണത്തിന് ശേഷം NIAയും കേന്ദ്ര ഏജൻസികളും 3 ഭീകരരുടെ പോസ്റ്ററുകൾ പുറത്തിറക്കി. എന്നിരുന്നാലും പർവേസും ബഷീറും ആക്രമികളല്ലെന്ന് പറഞ്ഞു. ജുനൈദിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ ചിത്രങ്ങളിൽ നിന്ന് ഭീകരരെ തിരിച്ചറിഞ്ഞു. അയാൾ ഒരു കശ്മീരിയല്ല, മറിച്ച് പാകിസ്ഥാനി പൗരനാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും 1967 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമത്തിലെ സെക്ഷൻ 19 പ്രകാരമാണ് NIA രണ്ട് പ്രാദേശിക പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പർവേസും ബഷീറും അറിഞ്ഞുകൊണ്ട് ആക്രമികൾക്ക് അവരുടെ വീട്ടിൽ അഭയം നൽകി, അവർക്ക് ഭക്ഷണം, താമസം, ലോജിസ്റ്റിക് പിന്തുണ എന്നിവ നൽകി എന്നുള്ളതാണ് ഇവർക്കെതിരെ ചുമത്താൻ പോകുന്ന കുറ്റം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.